ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. Genesis chapter 26. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം. And the verse 12 says like this. 12-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. What did it say? എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? Then Isaac sowed in the land and received in the same year an 100-fold, and the Lord blessed him. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി, യഹോവ അവനെ അനുഗ്രഹിച്ചു. The Bible says very clearly that Isaac sowed and that same year he received a 100-fold. ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു, ഇസ്ഹാക്ക് അവിടെ വിത്ത് വിതച്ചു, 100 മടങ്ങ് അവൻ കൊയ്തു. How many of you want to receive it in 100-fold? എത്ര പേർക്ക് 100 മടങ്ങ് കൊയ്യുവാൻ ആഗ്രഹമുണ്ട്? Come on, lay your hands. If you don't put your hand up. നിങ്ങൾക്ക് 100 വിളവ് വേണമെങ്കിൽ നിങ്ങൾ കരത്തെ ഉയർത്തുക. വേണ്ട, We fail to do that. പലപ്പോഴും നാം അങ്ങനെ ചെയ്യുന്നതിന് നാം മടുത്തു പോകും. The day before yesterday, കഴിഞ്ഞ ദിവസം എന്റെ ഭാര്യനെ വിളിച്ചു. she told me, എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഡാഡി, last week the counselor's sister-in-law came and said, give your ration card because our houses were surrounded by waters. അവിടെ ഉണ്ടായിരുന്ന കൗൺസിലർമാരോട് കടന്നു വന്ന് പറഞ്ഞു, റേഷൻ കാർഡ് കോപ്പി എനിക്ക് വേണമെന്ന്. Because they were surrounded by rain waters. എന്തുകൊണ്ടെന്നാൽ അതിന് ചുറ്റും മഴവെള്ളം കൊണ്ട് നിറയപ്പെട്ടിരുന്നു. So the government declared that wherever there was water stagnated, they will give it some fund. അവിടെ എന്തുകൊണ്ടെന്നാൽ ഗവൺമെന്റ് ഇപ്രകാരം ഡിക്ലെയർ ചെയ്ത് എവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നു അവിടെ അത് മാറ്റുവാനായിട്ട് അല്പം പണം അതിനായി കൊടുക്കുമെന്ന്. Because we weren't at home, then we could not give that in time. ഞങ്ങൾ അവിടെ ഭവനത്തില്ലായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അതിന് കൃത്യസമയത്ത് അതിനുവേണ്ടി കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ കൗൺസിലർ കടന്നു വന്ന് ചോദിച്ചു, റേഷൻ കാർഡിന് കോപ്പി വേണമെന്ന്. എന്റെ ഭാര്യ ചോദിച്ചു, ഞങ്ങൾ കൊടുക്കണമോ കൊടുക്കാതിരിക്കണമോ? പറഞ്ഞു, കഴിഞ്ഞ വർഷം അവർ ചോദിച്ചിട്ട് തന്നില്ലല്ലോ, നമുക്ക് മറന്നു കളയാം. എന്നാൽ കഴിഞ്ഞ ദിവസം മുമ്പുള്ള ദിവസം എന്റെ ഭാര്യ ഫോൺ ചെയ്ത് ഇപ്രകാരം പറഞ്ഞു, ഒരു കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്കും 2000 രൂപ വെച്ച് കൊടുക്കുകയാണ്. റേഷൻ കാർഡിന്റെ കോപ്പി കൊടുക്കാത്തത് നമുക്കത് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ നമുക്ക് കൊടുത്തിരുന്നുവെങ്കിൽ നമുക്ക് 2000 രൂപ വെച്ച് കിട്ടുമായിരുന്നു. ഒരു തെറ്റായ പണമല്ല, ഗവൺമെന്റ് കൊടുക്കുന്ന പണം. അതുപോലെ അനുഗ്രഹങ്ങൾ പലപ്പോഴും വരുമ്പോഴും നാം അത് സ്വീകരിക്കാറില്ല. നാം ഇങ്ങനെ പറയാം, അത് വരട്ടെ. അത് വരുമ്പോൾ നാം പറയും, അയ്യോ അതെനിക്ക് നഷ്ടമായി പോയി. നിങ്ങൾ വെറുതെ ലേസി ആയിട്ട് നിങ്ങൾ മടി പിടിച്ചിരിക്കുക. ദൈവം പറയുകയാണ്, അടുത്ത വർഷം നിങ്ങൾക്ക് 100 മടങ്ങ് പ്രതിഫലം തരും. എത്ര പേർക്ക് അത് വേണം? അങ്ങനെയുള്ളവർ കരത്തെ ഉയർത്തിയാട്ടെ. ഉയരത്തിൽ ദൈവത്തിന്റെ കരത്തെ കാണണമേ. നാം ഒരു മനുഷ്യനെയല്ല, സ്വർഗത്തെയാണ് കൈ ഉയർത്തി കാണിക്കുന്നത്. സ്വർഗം ഇത് കാണട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കത് കിട്ടുമോ? നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അനുഗ്രഹം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വേണം. എനിക്കും അത് വേണം. മഹത്വം യേശുവിന്. എന്ത് ദൈവത്തിൽ നിന്ന് വരുന്നത് എന്തും നമുക്ക് വേണം. ദൈവത്തിൽ നിന്ന് അല്ല എങ്കിൽ നമുക്കത് വേണ്ട. ഒരു മനുഷ്യൻ ശബ്ദത്തിൽ ഏറ്റവും ഉയർത്തുന്ന
ഒരു വലിയ ഉച്ചത്തിൽ The Lord says, ദൈവം പറയുകയാണ്, Isaac sowed in that year, ഇസ്ഹാക്ക് ആ വർഷം വിതച്ചു, and the Lord returned it to him ദൈവം അവന് 100 മടങ്ങി മടക്കി കൊടുത്തു, in 100-fold. 100 മടങ്ങായി മടക്കി കൊടുത്തു. As we were talking about this, ഇതേക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ the Lord gave me few thoughts which I would like to speak. ദൈവം ചില ചിന്തകളെ എനിക്ക് തന്നു, അത് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. When did he get that 100-fold? എപ്പോഴാണ് ഇസ്ഹാക്കിന് ഈ 100 മടങ്ങ് പ്രതിഫലം കിട്ടിയത്? I've seen many people starve. ഞാൻ പലപ്പോഴും പലരും അവർ ആഹാരമില്ലാതെ പട്ടിണി കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. I've seen many people saying, we have sown in business, we have sown in our business, and we have not got anything. അനേകം പേരോട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ എന്റെ ബിസിനസ്സിൽ ഞാൻ അനേകം പ്രാവശ്യം വിതച്ചു, എന്നാൽ എനിക്കൊന്നും കൊയ്യുവാൻ കഴിഞ്ഞില്ല. Our business is a failure. എന്റെ ബിസിനസ് അത് പരാജയമായിരിക്കും. We have worked a lot and we have not got enough. ഞാൻ അധികം പരിശ്രമിച്ചു, വേല ചെയ്തു, എന്നാൽ ഒന്നും കിട്ടിയില്ല. The whole year we worked, but our bank balance is zero. ആ വർഷം മുഴുവൻ ഞങ്ങൾ കഠിനമായി അധ്വാനിച്ചു, എന്നാൽ ഞങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒന്നുമില്ലാത്ത അനുഭവമായിരിക്കുന്നു. You also may say that. നിങ്ങളും ചിലപ്പോൾ അങ്ങനെ പറയുന്നതായിരിക്കാം. I have many people saying to me, I have worked all through my life. When the pension came, when the benefits of my retirement came, I had very few amount in my hands. ചിലർ ഇങ്ങനെ എന്നോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അധികമായി അധ്വാനിച്ചു, എന്നാൽ എന്റെ പെൻഷൻ പണം എന്റെ കയ്യിൽ വന്നപ്പോൾ അതൊന്നുമില്ല, അല്പം മാത്രമേ ഉണ്ടായിരുന്നു. Why is that? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? But this man Isaac, എന്നാൽ ഈ മനുഷ്യൻ ഇസഹാക്ക്, the Bible speaks very clearly. വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, When he sowed, അവൻ വിതച്ചപ്പോൾ he received it in 100 അവന് 100 മടങ്ങായി തിരികെ കിട്ടി. One paddy ഒരു നെല്ലിട്ടു brought 100 അത് paddies. 100 നെൽമണികളെ പുറപ്പെടുവിച്ചു. One wheat, ഒരു ഗോതമ്പ് 100 wheat. 100 ഗോതമ്പുകളെ കൊണ്ടുവന്നു. One grape seed ഒരു മുന്തിരി brought hundreds of bunches of grapes. അത് 100 കണക്കിന് മുന്തിരി കുലകൾ ഉണ്ടാക്കുന്നു. 1 year, ഒരു വർഷം that particular year he received 100. പ്രത്യേകമായിട്ട് വർഷമാണ് 100 മടങ്ങ് പ്രതിഫലം കിട്ടി. What is that year? എന്താണ് ആ വർഷം? I want to quote few verses. ചില വചനങ്ങളെ ഞാൻ നിങ്ങളോട് പറയട്ടെ. Kindly ask the Holy Spirit to write it in your heart. നിങ്ങൾ ദയവായി ഇങ്ങനെ ചോദിക്കുക, പരിശുദ്ധാത്മാവേ അതിന്റെ ഹൃദയത്തിൽ അങ്ങ് എഴുതണമേ. Don't hear the head and the tail. അതിന്റെ തലയും അതിന്റെ അവസാന വാല് മാത്രം കേട്ടാൽ പോരാ, It will not be complete. അത് പൂർണ്ണമായിരിക്കില്ല. You will not listen to word by word. നിങ്ങൾ അതിന്റെ ഓരോ വചനമായിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക. Point number 1 says, ഒന്നാമത്തെ പോയിന്റ് ഇങ്ങനെ പറയുന്നു, in Genesis chapter 12, chapter 26, ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായം and verse 2 says like this. അതിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, And the Lord appeared unto him. യഹോവ അവന് പ്രത്യക്ഷനായി. The Bible says, വേദപുസ്തകം the പറയുന്നു, Lord appeared to Isaac. യഹോവ ഇസഹാക്കിന് പ്രത്യക്ഷനായി. The year in which he sowed, അവൻ വിതച്ച ആ വർഷം, that was the year that Lord appeared to him. ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷമായ വർഷമായിരുന്നു. Put it in another translation. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ അത് തർജ്ജമ ചെയ്ത് That പറയട്ടെ, is the year that Lord gave him a vision about himself. അവന് ഇസഹാക്കിനെ കുറിച്ച് തന്നെ ഒരു ദർശനം കൊടുത്ത വർഷമായിരുന്നു അത്. Oh, he had a vision of the Lord. ദൈവത്തെ കുറിച്ച് ദർശനം ഇസഹാക്കിനുണ്ടായി. The Bible says in Proverbs 29:18. വേദപുസ്തകം സദൃശ്യവാക്യങ്ങൾ 29:18 പറയുന്നു, Where there is no vision, the people perish. ദർശനമില്ലാത്തടുത്ത് ജനം നശിച്ചു പോകുന്നു. Where there is no vision, the people will perish. ദർശനമില്ലെങ്കിൽ ജനം നശിച്ചു പോകും. This was the year where there was famine. ഈ വർഷം അത് ഒരു ക്ഷാമത്തിന്റെ വർഷമായിരുന്നു. The Bible says വേദപുസ്തകം പറയുന്നു, there was a famine in the land beside the first famine that was in the days of Abraham. അബ്രഹാമിന്റെ കാലത്തുണ്ടായത് മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തിൽ
നിങ്ങൾക്ക് ഓരോ ദർശനം ഉണ്ടാകുന്ന സമയം God will give us a blessing. ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരും. In Genesis 26:2, the Lord appeared to Isaac the same year he received in 100-fold. ഉൽപ്പത്തി പുസ്തകം 26:2 ഇതാ ഇസ്ഹാക്കിന് ദൈവം പ്രത്യക്ഷമായി. അതുകൊണ്ട് അതേ വർഷം ഇസ്ഹാക്ക് 100 മടങ്ങ് പ്രതിഫലം പ്രാപിച്ചു. Exodus 3:2, the Bible says, Lord appeared to Moses in a bush. പുറപ്പാട് പുസ്തകം അതിന്റെ 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇത് മോശയുടെ മുമ്പാകെ മുൾപടർപ്പില് ദൈവം പ്രത്യക്ഷപ്പെട്ടു. And you know what happened? അവിടെ എന്ത് സംഭവിച്ചു The എന്നറിയാമോ? Lord removed the captivity of Israelites from the Egypt and brought them out. അങ്ങനെ ദൈവം വെളിപ്പെട്ടതുകൊണ്ട് ഇതാ ഇസ്രായേൽ മക്കളുടെ മേലുണ്ടായിരുന്ന ബന്ധനത്തെ ദൈവം അത് എടുത്തു മാറ്റി. Every time there is a vision, ഓരോ സമയവും ദർശനം വരും ഉണ്ടാകുമ്പോൾ, every time the Lord appears himself, ഓരോ സമയം ദൈവത്തെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ be sure the Lord is setting you apart from all bondage. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ എടുത്തു മാറ്റാം. In Joshua, the book of Joshua chapter 5 verse 13 and 14, the Lord appeared to Joshua. യോശുവയുടെ അധ്യായം 14-15 Joshua 5, 13 and 14. യോശുവ 5:13-14 The Lord appeared to Joshua. യോശുവയുടെ മുമ്പാകെ ദൈവം പ്രത്യക്ഷമായി. What happened? അവിടെ എന്ത് സംഭവിച്ചു? Walls of Jericho fell. ഇതാ യെരിഹോ മതിലുകൾ വീണു. Say hallelujah. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. The book of Judges chapter 6 verse 12. ന്യായാധിപന്മാരുടെ പുസ്തകം 12 6:12. 6:12 The Bible says, വേദപുസ്തകം പറയുന്നു, Lord appeared to Gideon. ഗിദെയോന്റെ മുമ്പാകെ ദൈവം പ്രത്യക്ഷമായി. What happened? അവിടെ എന്ത് സംഭവിച്ചു? Gideon, he became a mighty man of valor. ഗിദെയോൻ അതാ ദൈവത്തിന്റെ വലിയ ദാസനായി തീർന്നു. Oh, glory to God. ആദ്യം ദൈവത്തിന് കൊടുക്കാം. John chapter 21 യോഹന്നാൻ 21-ാമത്തെ അധ്യായം verse 14. 14-ാമത്തെ വാക്യം. Lord appeared to his disciples. ദൈവം ഇതാ യേശു തന്റെ ശിഷ്യന്മാർ പ്രത്യക്ഷമായി. After his resurrection, he appeared to his disciples. യേശു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ഇതാ ശിഷ്യന്മാരുടെ മുമ്പാകെ പ്രത്യക്ഷമായി. What happened?
December is Christmas. ചിലരിങ്ങനെ ചോദിക്കാൻ ആരാണ് ക്രിസ്മസ് 25 ക്രിസ്മസ് എന്ന് പറഞ്ഞത്? It is this king who made it that. ഇത് ഈ രാജാവാണ് ക്രിസ്മസ് 25 അത് ക്രിസ്മസ് ദിവസമാക്കി He മാറ്റിയത്. became a Christian. അദ്ദേഹം ഒരു ക്രൈസ്തവനായി Made മാറി. his whole family a Christian. അവന്റെ കുടുംബത്തെ തന്നെ ക്രൈസ്തവരാക്കി മാറ്റി. Made every citizen of his kingdom a Christian. അവന്റെ രാജ്യത്തിലെ എല്ലാവരെയും ക്രൈസ്തവ. Point number 2. രണ്ടാമത്തെ പോയിന്റ്. In Genesis chapter 26. ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായം 4th verse says like this. 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. In English it is 5. ഇംഗ്ലീഷിൽ 5ആണ്. I don't know whether in Malayalam it may be 4. I'll read it for you. ഇംഗ്ലീഷിൽ 5ആണ്, മലയാളത്തിൽ ചിലപ്പോൾ 4 ആയിരിക്കാം. Because that Abraham obeyed my voice and kept my charges, my commandments, my statutes, and my laws. It is 4 here. അബ്രഹാം എന്റെ വാക്ക് കേട്ട് എന്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ. The Bible says വേദപുസ്തകം പറയുന്നു അബ്രഹാം അനുസരിച്ചു the Lord's voice. ദൈവത്തിന്റെ ശബ്ദത്തെ അനുസരിച്ചു. He obeyed the law. ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചു. When God appeared himself to Isaac, ദൈവം ഇസഹാക്കിന്റെ മുമ്പിൽ പ്രത്യക്ഷമായപ്പോൾ he said, your father obeyed my voice. ഇസഹാക്കിനോട് പറഞ്ഞതാണ്, നിന്റെ പിതാവ് എന്റെ ശബ്ദത്തെ അനുസരിച്ചു. And he said, don't go to Palestine but stay here. ഇപ്പോൾ ഇസഹാക്കിനോട് പറയാണ്, നീ ഫിലിസ്തീനിലേക്ക് പോകരുത്, നീ ഇവിടെ തന്നെ നിൽക്കുക. The verse 6 in English says, and Isaac dwelt in Gerar. അങ്ങനെ ഇസഹാക്ക് ഗേരാറിൽ പാർത്തു. He stayed in Gerar. അങ്ങനെ ഇസഹാക്ക് ഗേരാറിൽ പാർത്തു. See the obedience. ഇസഹാക്കിന്റെ അനുസരണം. God taught me one day. ദൈവം എന്നെ ഒരു ദിവസം പഠിപ്പിച്ചു. One fine day I returned from ministry and I came home on Sunday morning. ഒരിക്കൽ ഞാൻ ശുശ്രൂഷ കടന്നു പോയ ശേഷം ഞായറാഴ്ച രാവിലെയാണ് ഞാൻ ഭവനത്തിൽ. I said, let me lie down for some time and go to the morning service. ഞാൻ പറഞ്ഞു, ദൈവമേ ഞാൻ അല്പസമയം കടന്നതിന് ശേഷം രാവിലെ പ്രഭാതത്തെ ശുശ്രൂഷയ്ക്ക് ആരാധനയ്ക്ക് പോകട്ടെ. Because I was very tired. ഞാൻ അധികം ക്ഷീണമായിരുന്നു. I slept down. ഞാൻ ഉറങ്ങിപ്പോയി. When I got up, it was half an hour past when the service would have started. അന്നത്തെ ആരാധന കഴിഞ്ഞ ഒരു അരമണിക്കൂർ കാണുന്ന സമയത്ത് ഞാൻ എഴുന്നേറ്റു. So I said to myself, oh, the Lord knows. ഞാൻ പറഞ്ഞു, ദൈവത്തിന് അറിയാം. I was there in the ministry for 3 days. കഴിഞ്ഞ 3 ദിവസം ഞാൻ ശുശ്രൂഷയിലായിരുന്നതാണ്. Whole night I traveled. രാത്രി മുഴുവൻ ഞാൻ യാത്ര ചെയ്തതാണ്. The Lord knows me. ദൈവത്തിന് അറിയാം. So I did not go to the service. ഞാൻ ആ ദിവസം ആരാധനയ്ക്ക് പോയി. The next morning, അടുത്ത ദിവസം രാവിലെ I was praying. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. I could not feel the presence of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. I was trying to reach the Lord, but I couldn't. ഞാൻ ദൈവത്തിന്റെ അടുത്തേക്ക് എത്തുവാൻ ശ്രമിച്ചു, എന്നാൽ കഴിഞ്ഞില്ല. I was praying. ഞാൻ പ്രാർത്ഥിച്ചു, Nothing happened. ഒന്നും സംഭവിച്ചില്ല. I was trying to pray for others. ഞാൻ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു, Nothing happened to them. അതിനും ഒന്നും സംഭവിച്ചില്ല. Many times I know when I pray here, പലപ്പോഴും ഞാൻ ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ the person on the other side of the telephone conversation, they will receive the anointing and I can hear them speaking in tongues and making big noise. ടെലിഫോണിന്റെ മറ്റേ വശത്തുള്ള വ്യക്തി അഭിഷേകം പ്രാപിക്കുന്നതും അവർ അന്യഭാഷ പറയുന്നതും എനിക്ക് അനുഭവം എന്നാൽ അന്നൊന്നും സംഭവിച്ചു. 1 day, 2 days, 3 days, 4 days, 5 days. ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, 5 ദിവസം കഴിഞ്ഞു. I was praying and saying, Lord, tell me where did I go wrong? Where did I hurt you? Where did I grieve you? ഞാൻ കരഞ്ഞ് ചോദിക്കാൻ പരിശുദ്ധാത്മാവേ, ഞാൻ എവിടെയാണ് അങ്ങ് ദുഃഖിപ്പിച്ചത്, ഞാൻ അങ്ങനെയൊക്കെ വിഷമത്തെ ഉണ്ടാക്കിയത് എവിടെയാണെന്ന് ഞാൻ കരഞ്ഞ് നിലവിളിച്ച് ചോദിച്ചു. A servant of God or a saint of God would always like to be with the Lord. ദൈവത്തിന്റെ ദാസനും ദൈവത്തിന്റെ വേലക്കാരനും എപ്പോഴും ദൈവവുമായി ചേർന്നിരിക്കാൻ ആഗ്രഹിക്കും. Only that will thrill us. എന്തുകൊണ്ടെന്നാൽ അത് മാത്രമേ നമ്മെ ആവേശപ്പെടുത്തുകയുള്ളൂ. Only that will satisfy us. അത് മാത്രമേ നമ്മെ തൃപ്തിപ്പെടുത്തുകയുള്ളൂ. Like a child, ഒരു കുഞ്ഞിനെ പോലെ when it is with the mother. ആ കുഞ്ഞ് അമ്മയോടൊപ്പം ആയിരിക്കും. A child who cries ഒരു കരയുന്ന കുഞ്ഞിന് will not be satisfied with packets of biscuits or chocolates. ഒരു ചോക്ലേറ്റോ ബിസ്ക്കറ്റിന്റെ പാക്കുകളോ അവളെ തൃപ്തിപ്പെടുത്തുവാൻ ചിലപ്പോൾ കഴിയില്ല. Dolls and toys. അവളുടെ ഡോളും ടോയും പോലും അവളെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയില്ല. Only the mother's breast will be the satisfaction. അമ്മയുടെ മാറ് മാത്രമേ ആശ്വാസത്തെ കൊടുക്കുകയുള്ളൂ. Likewise, a child of God will always like to rest on the bosom of the Lord. അതുപോലെ തന്നെ ഒരു ദൈവത്തിന്റെ മക്കൾ എപ്പോഴും ദൈവത്തിന്റെ മാറിൽ ചേർന്നിരിക്കാൻ ആഗ്രഹിക്കും. ഞാൻ കരയുവാൻ തുടങ്ങി. ഞാൻ കരയുവാൻ തുടങ്ങി. ഞാൻ കർത്താവേ, അങ്ങനെ എന്തുകൊണ്ട് മറന്നു? അങ്ങ് എന്തുകൊണ്ട് എന്നെ മറന്നു? കർത്താവേ, അങ്ങ് പറഞ്ഞുള്ളൂ, നീ എന്നെ ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല.
You know what did the Lord say? കർത്താവിനോട് ഇത് പറഞ്ഞറിയാം. Why did you forget me in the Sunday service? ഞായറാഴ്ച ആരാധന സമയത്ത് നീ എന്തുകൊണ്ട് എന്നെ മറന്നു? Why did you sleep? You didn't come for the service. നീ എന്തുകൊണ്ട് ഉറങ്ങി? നീ എന്റെ ആരാധനയ്ക്കായി വന്നില്ല. Only then I realized. അപ്പോഴാണ് എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. I said, Lord, henceforth I will never do ഞാൻ that. പറഞ്ഞു, ഇനി ദൈവമേ ഒരിക്കലും എന്റെ ജീവിതത്തിൽ From that day onwards, ആ ദിവസം മുതൽ come what may, എന്ത് തന്നെ വരട്ടെ, whatever may be my tiresome or the sickness or whatever, എന്റെ ക്ഷീണം എന്ത് തന്നെ ആയിരിക്കട്ടെ, ഞാൻ എന്ത് രോഗത്തിലേക്ക് ഭാരത്തിലൂടെ കടന്നു പോകും. I will rush into the church ഞാൻ ഒരു പള്ളിയിലേക്ക് കടന്നു പോകും. and sit there to worship the Lord. അവിടെ ഞാൻ കർത്താവിനെ ആരാധിക്കും. Oh, my friends, എന്റെ സ്നേഹിത, this is a small example I have given you. ഞാൻ പറഞ്ഞത് ഒരു ചെറിയ ഉദാഹരണം. You have to obey. നിങ്ങൾ അനുസരിക്കണം. We have to obey. ദൈവത്തെ അനുസരിച്ചേ മനുഷ്യ. Don't think that the Lord has told me that I have that 100-fold blessing this year and sit and squat at home, sleeping in your using chair, watching the television. നിങ്ങൾ ദൈവം ഇത് പറഞ്ഞു, 100 മടങ്ങ് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു നിങ്ങൾ ലാഘവത്തോടെ ഇരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ വെറുതെ TV കാണുന്നുവെങ്കിൽ ഇല്ല, ഇത് സംഭവിക്കില്ല. Only your contributions and offerings and your tithes will go into bless you. നിങ്ങൾ കൊടുക്കുന്ന നിങ്ങൾ ദശാംശം അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പണം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ അനുഗ്രഹം വരുമെന്ന് മാത്രം വിചാരിക്കരുത്. Bible says, obey. വേദപുസ്തകം പറയാം, അനുസരിക്കണം. Bible says, വേദപുസ്തകം I പറയാം, have kept my charges. അബ്രഹാം എന്റെ വിധികളെ പ്രമാണങ്ങളെ He kept my commandments. അവൻ എന്റെ കൽപ്പനകളെ ആചരിച്ചു. He kept my statutes. അവൻ എന്റെ കൽപ്പനകളെ ആചരിച്ചു. And my laws. അത് മാത്രമല്ല എന്റെ നിയമങ്ങളെ അവൻ പ്രമാണിച്ചു. All 4 things we'll have to obey. ഈ 4 കാര്യങ്ങളും നാം ചെയ്യണം. Many of us don't know what all these are. പലപ്പോഴും നമുക്ക് പലർക്കും ഈ 4 എന്താണെന്ന് അറിയില്ല. Oh, children of God. ദൈവത്തിന്റെ മക്കളെ, Oh, the Lord has promised us 100-fold blessings. ദൈവം നമ്മുടെ ജീവിതത്തിൽ 100 മടങ്ങ് പ്രതിഫലം തരുന്നു എന്ന് പറഞ്ഞു. We have what to do. നാം ചെയ്യേണ്ടതായിട്ടൊരു ഭാഗമുണ്ട്. The main thing is അതിലേറ്റവും പ്രധാനമായത് obey. അനുസരണം. Obey. അനുസരണം. Holy Communion. നാം ഒന്നിച്ചു കൂടി വന്ന് ദൈവത്തിന്റെ മേശയിൽ പങ്കാളികളാകുമ്പോൾ We'll have to take part in that. നാം അതിൽ നാം പങ്കാളികളായി തീരണം. God says, don't go. അതിന് പോകരുത്, ഒരു കാര്യത്തിന് പോകരുതെന്ന് പറഞ്ഞു. Don't go. പോകരുത്. I want to be very strict on this. എനിക്ക് ഈ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയി. Because the Bible says, എന്തുകൊണ്ട് വേദപുസ്തകം പറയുന്നു, many of our friends will have their functions or weddings or anything else on a Sunday service. പലപ്പോഴും നമ്മുടെ പല സ്നേഹിതന്മാർക്കും ഞായറാഴ്ച ആരാധനയുടെ സമയമായിരിക്കും ഒരു ഫംഗ്ഷൻ വച്ചിരിക്കുന്നത്. They will say only on Sundays we have holidays. അവർ പറയും ഞായറാഴ്ച മാത്രമാണ് ഞങ്ങൾ അവധി ദിവസമുള്ളത്. But we'll have to obey not them but God. എന്നാൽ നാം അനുസരിക്കേണ്ടത് അവരെയല്ല, ദൈവത്തെ Our അനുസരിക്കണം. place is not there, it's only here. നമ്മുടെ സ്ഥലം അവിടെയല്ല, നമ്മുടെ സ്ഥലം ഇവിടെയാകുന്നു. If you are here on a Sunday, all the 6 days of the week, the Lord is with you in your house. ഞായറാഴ്ച ആരാധനയ്ക്ക് നിങ്ങൾ ഇവിടെ കടന്നു വരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിങ്ങൾ ബാക്കി 6 ദിവസമായിരിക്കുമ്പോൾ ദൈവം നിങ്ങളോടൊപ്പം അവിടെ കടന്നു വരും. You check my word. നിങ്ങൾ ഈ വചനത്തെ പരിശോധിക്കണം. Come to the service on a Sunday. ഞായറാഴ്ച നിങ്ങൾ ആരാധനയ്ക്ക് കടന്നു വരുന്നില്ല എങ്കിൽ All the 6 days, the Lord will not be with you. ആ 6 ദിവസം ദൈവം നിങ്ങളോടൊപ്പം കടന്നു This വരികയില്ല. is obedience. അനുസരണം. Obedience. അനുസരണം. Obey God. ദൈവത്തെ അനുസരിക്കാം. The blessings will follow. അപ്പോഴത്തെ ഈ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വരുന്നത്. David did not follow the blessings. നിങ്ങൾ ഈ അനുഗ്രഹത്തെ നിങ്ങൾ പിൻപറ്റുന്നില്ല എങ്കിൽ Bible says in Psalm 23:6, സങ്കീർത്തനം 23:6 പറയുന്നു, blessings followed him. ഈ അനുഗ്രഹം അവന് പിന്നാലെ വരുമോ? He did not go after the blessings. അവനല്ല അനുഗ്രഹത്തിന്റെ പിന്നാലെ പോയത്. Because he was on the temple of the Lord. അവൻ ദൈവത്തിന്റെ ആലയത്തിലായിരുന്നു. Even at the door I will stand. സങ്കീർത്തനം പറയാണ്, അവൻ വാദത്തിലായിരിക്കുന്ന ഏറ്റവും ഇഷ്ടം. Blessings will follow him. അങ്ങനെ ആയിരുന്നത് കൊണ്ട് അനുഗ്രഹം അവന്റെ പിന്നാലെ കടന്നുപോയി. Test and see the Lord. കർത്താവിനെ പരിശോധിച്ച് നോക്കുക. You should test and see the Lord. നിങ്ങൾ ദൈവത്തെ പരിശോധിച്ച് നോക്കുക. If you have a work on that day, ആ ദിവസം നിങ്ങൾക്ക് ജോലി ഉണ്ട് എങ്കിലോ I don't want to come and interrupt your work spot. നിങ്ങളുടെ ജോലി സ്ഥലത്ത് കടന്നു വന്ന് അതിനെ ഞാൻ എന്തെങ്കിലും ചെയ്യുവാൻ പറയുന്നില്ല. I tell you, ഞാൻ നിങ്ങളോട് ഒരു കാര്യം your പറയട്ടെ. first preference should be only the service. നിങ്ങളുടെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആരാധനയായിരിക്കണം. Then go to your work. അതിനുശേഷം അത്ര ജോലിക്ക് പോകേണ്ടത്. The worship time is for the Lord. ആരാധന സമയം ദൈവത്തിനുള്ളത്. Hallelujah. ഹല്ലേലൂയ. Say hallelujah. ഹല്ലേലൂയ പറഞ്ഞാൽ Hallelujah. ഹല്ലേലൂയ. Don't hear man. ഓ, മനുഷ്യനെ കേൾക്കരുത്. Some will say take your gift. ചിലർ പറയുക ഇതെല്ലാം എടുത്തു മാറ്റി. Take your gift. ഓ, നിന്റെ ഈ ആഭരണമെല്ലാം മാറ്റുക. Take. Don't dress colored. നീ കളർ ഡ്രസ് ഒന്നും ഇടാൻ പാടില്ല. That is not obedience. അതല്ല അനുസരണം. Obedience is
Obey the Lord. അനുസരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നത്. When you obey, അത് നിങ്ങൾ അനുസരിക്കുമ്പോൾ the blessings will come. അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വരാം. When you obey, നിങ്ങൾ അനുസരിക്കുമ്പോൾ the blessings will come. അനുഗ്രഹങ്ങൾ വരാം. Say amen. ആമേൻ പറഞ്ഞാട്ടെ. Say amen. ആമേൻ പറഞ്ഞാട്ടെ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Glory to God. മഹത്വം യേശുവിന്. Isaac obeyed. ഇസ്ഹാക്ക് അനുസരിച്ചു. 100-fold blessings. 100 മടങ്ങ് പ്രതിഫലം ലഭിച്ചു. Jacob obeyed. യാക്കോബ് അനുസരിച്ചു. He returned with 2 bags. അവൻ ഇരട്ടിയായി രണ്ട് ഇരട്ടി പരിവാരങ്ങളോടെ അവൻ വന്നു. Little Samuel obeyed. കുഞ്ഞ് ശമൂവേൽ അനുസരിച്ചു. He said, Lord, tell me what should I do? പറഞ്ഞ ശമൂവേൽ പ്രകാരം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം? The Lord made him the greatest prophet. നീ അവരെ ഏറ്റവും പ്രവാചകന്മാർ ഉന്നതനാക്കി മാറ്റി. Right from Dan to Beersheba, he was known as a great ദാൻ മുതൽ ബർശിബ വരെ എല്ലായിടത്തും അവനൊരു പ്രവാചകൻ അറിയപ്പെട്ടത്. So what is blessing? നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വേണമോ? You will have to do one thing. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. Okay. അനുസരിക്കുക. Simply obey. വെറുതെ അനുസരിക്കുക. Don't go to one prophet and say, you should have obeyed going to Sunday service. ഒരു പ്രവാചകർക്ക് പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകണമോ? I'm going to another prophet. വേറെ പ്രവാചകർക്ക് വീണ്ടും പോയി ചോദിക്കുകയാണ്, ഞാൻ പോകണമോ? ഇല്ല, അങ്ങനെയല്ല. It's written. അത് എഴുതിയിരിക്കുന്ന സഹസ്രഹിത. What is not written only, എന്ത് എഴുതിയിരിക്കുന്നില്ലയോ you can go and ask this prophet. അതാണ് പ്രവാചകർ ചോദിക്കേണ്ടത്. What is written to a prophet? What is written in the Bible? വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. You need not go to a prophet and ask. അത് ഒരു പ്രവാചകന് പോയി ചോദിക്കേണ്ട കാര്യമില്ല. Praise the Lord. അത് ദൈവത്തിന് മഹത്വം പറഞ്ഞാണ്. നന്ദി പറഞ്ഞാണ്. Point number 3. മൂന്നാമത്തെ പോയിന്റ് The Bible says, വേദപുസ്തകം പറയുന്നു. Genesis 26, verse 9. ഉൽപ്പത്തി 26:9. And Abimelech called Isaac and said, Behold, of the Suti, she is thy wife. And how said thou, she is my sister? And Isaac said unto him, Because I said, lest I die for her. അബീമേലെക്ക് ഇസ്ഹാക്കിനെ വിളിച്ച്, അവൾ നിന്റെ ഭാര്യയാകുന്നു നിശ്ചയം, പിന്നെ എന്റെ സഹോദരി എന്ന് നീ പറഞ്ഞത് എങ്ങനെ എന്ന് ചോദിച്ചതിന് ഇസ്ഹാക്ക് അവനോട്, അവളുടെ നിമിത്തം മരിക്കാതിരിപ്പാനാകുന്നു. The Bible says, വേദപുസ്തകം പറയുന്നു, like the father and son is. പിതാവിനെ പോലെയാണ് മകനും. The father said his wife sister, പിതാവ് ഭാര്യയെ സഹോദരി എന്ന് പറഞ്ഞു. and the son also repeated the same. മകനും അതേ കാര്യം തന്നെ ചെയ്തു. That is the curse of the land. അത് ആ ദേശത്തിലെ ശാപമാണ്. What you do, your children will do. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മക്കളും ചെയ്യും. Some years ago, അനേക വർഷങ്ങൾക്ക് മുമ്പ് there lived a saint of God. അവിടെ ഒരു വിശുദ്ധൻ, ഒരു He is a CSA pastor, അദ്ദേഹം ഒരു CSA പാസ്റ്റർ ആയിരുന്നു. and he ministered in one church for 40 years. അദ്ദേഹം ഒരു സഭയിൽ തന്നെ 40 വർഷം അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. It is not possible for a CSA pastor to stay in one place for 40 years. സാധാരണ ഒരു CSA പാസ്റ്ററിന് ഒരേ സ്ഥലത്ത് 40 വർഷം ശുശ്രൂഷ ചെയ്യുന്നത് അസാധ്യമാണ്. The maximum time period is 5 years, if not 7 years. സാധാരണ 5 വർഷം അല്ലെങ്കിൽ കൂടി 7 വർഷം. This man has written a book. ഈ ദേവദാസൻ Hundreds of sermons. അദ്ദേഹം 100 കണക്കിന് സന്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. My grandmother and my grannies used to like his sermons. എനിക്ക് എന്റെ മാതാപിതാക്കളുടെ പിതാവ് അവർ ഇത് അധികം ഇഷ്ടപ്പെടുമായിരുന്നു. I read one of his sermons. ഞാൻ ഇങ്ങനെ ഒരു സന്ദേശം He കേട്ടിട്ടുണ്ട്. has preached a sermon under a topic called mirror. കണ്ണാടി എന്ന ഒരു വിഷയത്തിന്റെ മേലെ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. And on one topic he has written like this. അതിൽ ഒരു ഭാഗത്ത് ഇത്ര എഴുതിയിരിക്കുന്നത്, It is written like that. Maniya Kannadi. മനുഷ്യ കണ്ണാടി എന്നോട് എഴുതിയിട്ടുണ്ട്. I could not understand what he is trying to explain. എന്താണ് ഈ മനുഷ്യ കണ്ണാടി എന്ന് എഴുതിയിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. Human mirror. മനുഷ്യ കണ്ണാടി. Do you know what it is? എന്താണ് അതെന്ന് അറിയാമോ? You can see yourself നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണുവാൻ കഴിയും. in your son or in your daughter. നിങ്ങളുടെ മകനിലോ മകളിലോ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. You can see നിങ്ങൾക്ക് കാണുവാൻ what കഴിയും. you did at the age of 15. 15-ാമത്തെ വയസ്സിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നത് The same thing your son will do. അതേ കാര്യം നിങ്ങളുടെ മക്കളും ചെയ്യും. What you did at the age of 18. നിങ്ങൾ ഏത് 18-ാമത്തെ വയസ്സിൽ നിങ്ങൾ Same thing your son will do. അതേ കാര്യം നിങ്ങളുടെ മകനും ചെയ്യും. How you spoke, നിങ്ങൾ എങ്ങനെ സംസാരിച്ചുവോ he will also speak. അതുപോലെ അവരും സംസാരിക്കും. How you lied, നിങ്ങൾ എങ്ങനെ കടന്നുവോ he will also lie. നിങ്ങൾ എങ്ങനെ കള്ളം പറഞ്ഞു അതുപോലെ അവനും കള്ളം So he പറയും. said, അത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
is said it is a human mirror. എന്നാൽ ഇവിടെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യ കണ്ണാടി. Probably Abraham would have seen himself ചിലപ്പോൾ അബ്രഹാമിനെ കണ്ടു കാണാം, in his son. അവന്റെ മകനെ കണ്ടു കാണാം. What Abraham said, the same thing Isaac also said. അബ്രഹാം എന്ത് കാര്യം പറഞ്ഞുവോ അതേ കാര്യം ഇസഹാക്ക് പറഞ്ഞു. Here he says his wife, he called his wife a sister. ഇവിടെ ഇതാ ഇസഹാക്ക് ഭാര്യയെ സഹോദരി എന്ന് പറയുകയാണ്. Oh, he said a lie. അവനൊരു കള്ളം പറഞ്ഞു. There was no faithfulness in his life. അവന്റെ ജീവിതത്തിൽ വിശ്വസ്തത കണ്ടില്ല. He was not truth. അവന്റെ മേൽ സത്യമില്ലായിരുന്നു. Oh, there was no truth in his life. അവന്റെ ജീവിതത്തിൽ സത്യം കാണുവാൻ ആ സമയം He was a liar. അവന് കള്ളനായി. Called his own wife a sister. അവന്റെ ഭാര്യയെ തന്നെ ഇതാ സഹോദരി എന്ന് പറഞ്ഞു. My friends, എന്റെ സ്നേഹിത, there is no truth in your life. നിങ്ങളുടെ ജീവിതത്തിൽ സത്യമില്ല എങ്കിൽ Don't expect even 99% of blessings. 99% പോലും അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുക. I would rather say, അല്ലെങ്കിൽ ഇങ്ങനെ പറയട്ടെ, don't expect even 1% of blessings. 1% പോലും അനുഗ്രഹം നിങ്ങൾ ചിന്തിക്കരുത്. Oh, never, never, never. ഇല്ല, ഒരിക്കലും സംഭവിക്കുകയില്ല. Oh, yes, my friend. അതേ സ്നേഹിത, God cannot bless a person who's not faithful. വിശ്വസ്തനല്ലാത്ത ഒരു വ്യക്തിയെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ കഴിയുകയില്ല. Bible says in Proverbs 28:20, വേദപുസ്തകത്തിൽ സദൃശവാക്യങ്ങൾ 28:20 ഇങ്ങനെ പറയുക, a faithful man shall abound in blessings. ഒരു വിശ്വസ്ത മനുഷ്യൻ അനുഗ്രഹത്താൽ നിറയപ്പെട്ടവനായി തീരും. Are you faithful today? നിങ്ങൾക്ക് വിശ്വസ്തനായിരിക്കുന്നു. Are you faithful to your wife? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് Are വിശ്വസ്തനായിരിക്കുന്നു. you faithful to your husband? നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് വിശ്വസ്തനായിരിക്കുന്നു. Children of God, are you faithful to your parents? ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് വിശ്വസ്തരായിരിക്കുന്നു. Oh, you believers of God, are you faithful to your pastor? വിശ്വസികളെ, നിങ്ങൾ പാസ്റ്ററിനോട് നിങ്ങൾ Oh, വിശ്വസ്തരായിരിക്കുന്നു. you servants of God, are you faithful to your calling and your pastor? ദൈവത്തിന്റെ ദാസന്മാരെ, നിങ്ങളുടെ വിളിയോടും നിങ്ങളുടെ യജമാനോടും നിങ്ങൾ വിശ്വസ്തരായിരിക്കുന്നു. Are you faithful to your choir master? നിങ്ങൾ choir masterനോട് നിങ്ങൾ വിശ്വസ്തരായിരിക്കുന്നു. You have to be faithful. നിങ്ങൾ വിശ്വസ്തരായിരിക്കാം. Unless you are faithful, നിങ്ങൾ വിശ്വസ്തരല്ല എങ്കിൽ don't expect anything from God. ദൈവത്തിൽ നിന്ന് ഒരു അനുഗ്രഹങ്ങളും നിങ്ങൾ ചിന്തിക്കരുത്. Bible says, വേദപുസ്തകം പറയുന്നു, it's very clearly written, അത് വളരെ വ്യക്തമായി only a faithful man shall abound with blessings. വിശ്വസ്ത മനുഷ്യൻ മാത്രമേ അനുഗ്രഹ സമ്പൂർണനായി തീരുകയുള്ളൂ. This man went into drought. ഈ മനുഷ്യനിതാ ക്ഷാമത്തിലൂടെ കടന്നുപോയി. The whole country went into drought. ആ ദേശം മുഴുവൻ ക്ഷാമത്തിലൂടെ കടന്നുപോയി. The whole kingdom went into drought. ആ ദേശം മുഴുവൻ വരൾച്ചയിലൂടെ കടന്നുപോയി. This man said a lie. എന്തുകൊണ്ടാൽ ഇവനൊരു കള്ളം പറഞ്ഞു. Oh, he's a saint of God. ഇവൻ ഒരു വിശുദ്ധനാണ്. He's a giant in Christian life. അവന്റെ ക്രൈസ്തവ ജീവിതത്തിൽ അവനൊരു He's one of the heroes in the Bible. അവൻ അനേകം ഹീറോകളെ ബൈബിളിൽ God പറഞ്ഞിട്ടുണ്ട്. dared to call himself. God dared to call himself. എന്ന ദൈവം തന്നെ അവനെ വിളിക്കുകയാണ്. He's the God of Isaac. അവൻ ഇസഹാക്കിന്റെ ദൈവമെന്ന് He's the God of Abraham. അവൻ അബ്രഹാമിന്റെ ദൈവമാണ്. These two guys, എന്നാൽ ഈ രണ്ടുപേരോ they lied. അവർ കള്ളം പറഞ്ഞു. What is your life today? എങ്ങനെയായിരിക്കുന്നു നിങ്ങളുടെ ജീവിതം ഇന്ന്? What is your life today? നിങ്ങളുടെ ജീവിതം ഇന്ന് എങ്ങനെ? Oh, it is not wrong saying a small lie. ചെറിയൊരു കള്ളം പറയുന്നത് കൊണ്ട് Only കുഴപ്പമില്ല. for this brother. ഒരു ഇതിനായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. Only for the marriage brother. വിവാഹത്തിനായി വേണ്ടി മാത്രമാണ് ഈ ചെറിയ കള്ളം പറയുന്നത്. To make one marriage, ഒരു വിവാഹം നടക്കുന്നതിന് you can വേണ്ടി say 100 lies. 100 കള്ളം വേണമെങ്കിലും പറയാം. This is what Tamil proverb says. ഇതാണ് തമിഴിലെ ഒരു പഴമൊഴി പറയുന്നത്. I tell you, ഞാൻ പറയട്ടെ, if you say one lie, നിങ്ങൾ ഒരു കള്ളം പറഞ്ഞാൽ hundreds of blessings will go out. 100 കണക്കിന് അനുഗ്രഹം പോകും. How can you expect the blessing of God? എങ്ങനെ നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ കഴിയും? Don't try to put your daughter or daughter or son in a marriage life saying a lie. നിങ്ങളൊരു കള്ളം പറഞ്ഞ അതിലൂടെ നിങ്ങളുടെ മകന്റെ മകളുടെ ഒരു വിവാഹത്തിന് You know what the Bible says? വേദപുസ്തകം എന്ത് പറയുന്നുവെന്ന് Call a spade and white as white. ഒരു സ്പേഡിന് സ്പേഡ് എന്നും വെള്ളെന്ന് പറയുവാനായിട്ട് ഉള്ളതെന്നും ഇല്ലതിനെ ഇല്ലാത്തതെന്നും പറയുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Anything beyond that is a sin. അതിനെ പിന്നാലെയുള്ളതെല്ലാം പാപം. Yes. അതെ. Don't try to send them with a lie. നിങ്ങൾ ഒരിക്കലും ഒരു കള്ളത്ത് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ നടത്തുവാൻ പാടില്ല. You say you have only 40,000 rupees. Say I have only 40,000 rupees. നിങ്ങൾക്ക് 40,000 രൂപയുള്ളതെങ്കിൽ നിങ്ങൾ പറയാം എന്റെ കയ്യിൽ 40,000 രൂപയേ ഉള്ളൂ. If you have only 15 sovereigns of jewels, say I have only 15 sovereigns. Don't say 25 sovereigns and send them there. നിങ്ങൾക്ക് 15 പവനേ ഉള്ളൂവെങ്കിൽ നിങ്ങൾ 25 ഉണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ 15 ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുക. If your daughter is only 25 years age, you don't say it is only 22 years and send her there. നിങ്ങൾ മകൾക്ക് 25 വയസ്സാണ് പ്രായമെങ്കിൽ 22 എന്ന് പറഞ്ഞു വിടരുത്. 25 എന്ന് പറഞ്ഞ് തന്നെ വായിക്കണം. If your daughter is +2 fail, say that she is +2 fail. നിന്റെ മകൾ +2 തോറ്റതാണെങ്കിൽ പറയുക +2 തോറ്റതാണ്. Don't say she is a degree holder. ഡിഗ്രി ഹോൾഡർ ആണെന്ന് പറഞ്ഞിട്ടല്ല ചെയ്യണം.
because of your unfaithfulness. നിങ്ങളുടെ അവിശ്വസ്തരാണ്. I tell you, ഞാൻ പറയട്ടെ, the same God who comes and stands by you when you are faithful, the same God will stand against you when you are not faithful. നിങ്ങൾ വിശ്വസ്തരായിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പാകെ വരുന്ന അതേ ദൈവം നിങ്ങൾ അവിശ്വസ്തരായിരിക്കുമ്പോൾ നിങ്ങൾക്കെതിരായി നിൽക്കും. Are you listening to me? നിങ്ങൾ എന്നെ ശ്രദ്ധമായി Are you able to follow me? ഞാൻ പറയുന്നത് അനുസരിക്കുന്നു. Don't send your daughters or sons with curses in their life. നിന്റെ മകനോ മകളെയോ നിങ്ങൾ അയക്കുമ്പോൾ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ശാപത്തോടെ നിങ്ങൾ അയക്കരുത്. Oh, this day, repent! ഈ ദിവസം നിങ്ങൾ മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുക. Friends, be careful. സ്നേഹിത, നിങ്ങൾ വളരെ ശ്രദ്ധയുള്ള. My friend in Christ, be careful. എന്റെ പ്രിയ ക്രിസ്തുവിൻ സ്നേഹിതരെ, നിങ്ങൾ വളരെ ശ്രദ്ധയുള്ള. Let there not be no money also. പണമില്ല എങ്കിലും കുഴപ്പമില്ല. Let there be Jesus in your house. യേശു നിങ്ങളുടെ ഭവനം. Jesus is there. യേശു ഉള്ളപ്പോൾ Your house is full of this. നിങ്ങളുടെ ഭവനം നിറച്ചനുഗ്രഹിക്കും. Your children will be blessed. നിങ്ങളുടെ മക്കൾ അനുഗ്രഹം Your പ്രാപിക്കും. children will be നിങ്ങളുടെ blessed. മക്കളുടെ മക്കളും അനുഗ്രഹം Your പ്രാപിക്കും. great grandchildren will be നിങ്ങളുടെ blessed. great grandchildren മക്കളും കൊച്ചുമക്കളും അനുഗ്രഹം പ്രാപിക്കും. All the year coming, ഈ വരുന്ന വർഷങ്ങളെല്ലാം I wish and bless you all. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അനുഗ്രഹമായി A പറയുന്നു. year of 100-fold അത് blessing. 100 മടങ്ങ് അനുഗ്രഹത്തിന്റെ വർഷമായിരിക്കട്ടെ. Say amen. അത് ആമേൻ പറഞ്ഞാട്ടെ. Big shout, amen. ഒരു വലിയ ഒരു ആമേൻ ഉയർച്ചത്തിൽ പറഞ്ഞാട്ടെ. Am I threatening you? Am I threatening you? ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തുകയാണോ? I have not come here to say that, ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തുവാനല്ല വന്നത്. but I have come here to say God loves you. ഞാൻ വന്നത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് And പറയുന്നു. God wants to bless you 100-fold. ദൈവത്തിന് നിങ്ങളെ 100 മടങ്ങ് അനുഗ്രഹിക്കാൻ But ആഗ്രഹിക്കുമ്പോൾ until you know the truth, how can God bless you? നിങ്ങൾക്ക് ഈ സത്യം അറിയില്ല എങ്കിൽ ദൈവത്തിന് നിങ്ങളെ എങ്ങനെ അനുഗ്രഹിക്കാൻ കഴിയും? God cannot overtake and come and give you the blessing. ദൈവത്തിന് ഒരിക്കലും അത് ചെയ്യുന്നില്ല. ചാടി വന്ന് നിങ്ങൾ അനുഗ്രഹിക്കാൻ There കഴിയില്ല. are hundreds of demons to go and stand before the Lord to question about it. എന്തുകൊണ്ടാണ് നിങ്ങൾക്കെതിരായിട്ട് ദൈവത്തിന്റെ മുമ്പാകെ ചെന്ന് നിങ്ങളെ കുറിച്ച് പറയുവാനായിട്ട് നൂറുകണക്കിന് അന്ധകാര ശക്തികൾ കാണും. Mind that demon went to the Lord and stood before him for a righteous man called Job. നിങ്ങൾ മനസ്സിലാക്കണം, യോബിനെ പോലെ നീതിമാനായ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പോലും ഇതാ ശത്രു ദൈവത്തിന്റെ മുമ്പാകെ പോയി നിന്നു. How much more he will stand? അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും എതിരായി എന്തുമാത്രമാണ്. Shall I say one more point or you want me to stop here? ഞാനൊരു പോയിന്റോട് പറയട്ടെ, അത് നിർത്തട്ടെ? Huh? Can I say one more point? പറയാം. You will bear with me. Thank you. നന്ദി. In Genesis chapter 26, verse 12 says like this. ഉൽപ്പത്തി പുസ്തകം 26:12 ഇങ്ങനെ പറയുന്നു. It says, അതിങ്ങനെ then പറയുന്നു, Isaac sowed in that land. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു. And he received in the same year 100-fold. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. I spoke 3 points. ഞാൻ 3 പോയിന്റുകൾ പറഞ്ഞു. I want to repeat it because I'm teaching today, not preaching. ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇന്ന് പ്രസംഗിക്കുകയല്ല, നിങ്ങളെ പഠിപ്പിക്കുകയാണ്. If you repeat it and repeat and repeat it, it will be embedded in our heart. എന്തുകൊണ്ടെന്നാൽ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ എഴുതപ്പെടും. To receive 100-fold, 100 മടങ്ങ് നിങ്ങൾ പ്രാപിക്കുവാൻ you should have the vision. ഒന്നാമത് നിങ്ങൾക്ക് ദർശനം To ഉണ്ടായിരുന്നു. receive 100-fold, 100 മടങ്ങ് പ്രതിഫലം നിങ്ങൾ you should have the obedience. നിങ്ങൾക്ക് അനുസരണം To ഉണ്ടായിരിക്കണം. receive the 100-fold, 100 മടങ്ങ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ you should be faithful. നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. To receive the 100-fold, 100 മടങ്ങ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ the Bible says Isaac sowed. വേദപുസ്തകം പറയുന്നു ഇസ്ഹാക്ക് വിതച്ചു. Hello, you are able to follow me? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുവോ? മനസ്സിലാകുന്നുവോ? You have to sow. നിങ്ങൾ വിതയ്ക്കണം. Don't sleep. വെറുതെ ഉറങ്ങരുത്. You will have to sow. നിങ്ങൾ വിതയ്ക്കണം. You will have to go and work. നിങ്ങൾ പോയി ജോലി ചെയ്യണം. Oh, Brother Mohan Singh preached like this. It is a prophetic message. ഓ, മോഹൻ സിംഗ് വന്ന് പ്രസംഗിച്ചതാണ്. പ്രവചനാത്മകമായ വചനമാണ്. And on the first of the new year, Brother Mano Mohan also said a prophetic message. ജനുവരി 1-ാം തീയതി മനോഹൻ സഹോദരനും ഒരു പ്രോഫറ്റിക് മെസ്സേജ് പറഞ്ഞു. It's going to be a year of blessing. ഓ, അതുകൊണ്ട് അനുഗ്രഹത്തിന്റെ വർഷമായിരിക്കാം. You go sleep and snore. ഓ, ഞാൻ പോയി കിടന്ന് സുഖമായി ഉറങ്ങട്ടെ. God cannot bless a lazy goose. ഓ, അങ്ങനെയുള്ള ഒരു മടിയനെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ കഴിയുകയില്ല. He cannot. ഇല്ല, കഴിയുകയില്ല. In your time of work, you have to work. നിങ്ങളുടെ ജോലി സമയത്ത് നിങ്ങൾ ജോലി ചെയ്യണം. You have 6 days to work. നിങ്ങൾക്ക് 6 ദിവസം ജോലി ചെയ്യുവാനുണ്ട്. Bible says 6 days work. വേദപുസ്തകം പറയുന്ന 6 ദിവസം ജോലി ചെയ്യുക. 1 day is the rest day. Come and rest. ആ ഒരു ദിവസം അത് നിങ്ങൾ എന്റെ സന്നിധിയിൽ ചെലവഴിക്കേണ്ട സമയം. 6 days work. 6 ദിവസം ജോലി. Go to your work spot. നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് പോകാം. Work hard. അതികഠിനമായി ജോലി Labor ചെയ്യുക. hard. കഠിനമായി ജോലി ചെയ്യുക. Oh, work hard. കഠിനമായി അധ്വാനിക്കുക. How you ground. നിങ്ങളുടെ
God cannot bless the lazy. ദൈവത്തിന് മടിയനെ അനുഗ്രഹിക്കാൻ കഴിയില്ല. The Lord taught me last night this message. ദൈവം കഴിഞ്ഞ രാത്രിയാണ് എന്നെ ഈ He മെസ്സേജ് said, "You have to go and work." നീ പോയി ജോലി ചെയ്യാൻ മതിയാകൂ. I know the God has told me. ദൈവം എന്നെ വിളിച്ചതെന്ന് I എനിക്കറിയാം. know He has anointed me. ദൈവം അഭിഷേകം ചെയ്തുവെന്ന് I know He has given me television ministry, this ministry and that ministry. ദൈവം എനിക്ക് വിടുതൽ ശുശ്രൂഷ ഇന്ന ശുശ്രൂഷ ഇതെല്ലാം ഏൽപ്പിച്ചെന്ന് എനിക്കറിയാം. Can I still the whole year? എനിക്ക് ഈ വർഷം മുഴുവൻ ഉറങ്ങുവാൻ കഴിയുമോ? Ask God to give me my salary. എന്റെ ശമ്പളത്തിന് ദൈവത്തിനോട് എനിക്ക് ചോദിക്കുവാൻ കഴിയുമോ? He will say, you lazy cook, get out from here. ദൈവമേ മടിയാ നീ പുറത്തേക്ക് പോ. Some people doesn't go for work. ചിലർ ജോലിക്ക് പോകുകയില്ല. Some people go only one day for the whole week. ചിലപ്പോൾ ഒരാഴ്ചയിൽ മുഴുവൻ ഒരു ദിവസമേ ജോലിക്ക് They പോകുകയുള്ളൂ. will go late every day. അത് എല്ലാ ദിവസവും താമസിച്ചു പോകും. Every time they will go and ask the permission. Every day, second, 2 hours permission, sir. എല്ലാ ദിവസവും ചിലപ്പോൾ പോയി ചോദിക്കും എനിക്ക് 2 മണിക്കൂർ പെർമിഷൻ വേണം. In their office, they don't work. ഓഫീസിൽ അവർ ജോലി ചെയ്യുകയില്ല. Every time they will be here and there. അവിടെയും ഇവിടെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കാം. Don't expect anything from God. അങ്ങനെ ദൈവത്തിൽ Are you able to hear me, brothers? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു സ്നേഹിത. Finally, you will be transferred. അങ്ങനെയെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫർ ആകും. Or you will be chucked out of the job. അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് പുറത്താക്കാം. Oh, you say, Brother Mohan Singh, 100 blessing, but I have been chucked out of the job. നിങ്ങൾ ചിലപ്പോൾ പറയും മോഹൻ സിംഗ് അന്ന് വന്ന് പറഞ്ഞാൽ 100 മടങ്ങ് അനുഗ്രഹം ലഭിക്കും. I tell you. ജോലി പോയി I tell you. പറയട്ടെ. The same word of God, which is a blessing to you. ഈ നിങ്ങൾ കേട്ട അതേ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കണം ദൈവത്തിന്റെ വചനം. Same word of God will become a knife to cut you. അതേ ദൈവത്തിന്റെ വചനം നിങ്ങൾ മുറിക്കുവാനുള്ള കത്തിയായി തീരാം. If you don't pray. നിങ്ങൾ അനുസരിക്കുന്നില്ലായിരുന്നു. Able to hear me? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുവോ? If you understand it, നിങ്ങൾക്കത് മനസ്സിലായി. say hallelujah. ഒരു ഹല്ലേലൂയ പറയുക. If your children have to work, നിങ്ങളുടെ മക്കൾ ജോലി ചെയ്യണം. let them go for work. അവർ ജോലിക്ക് പോകട്ടെ. If they have to study, അവർ പഠിക്കണമെങ്കിൽ let them study. അവർ പഠിക്കട്ടെ. Fully drunk from the morning till the night. രാവിലെ മുതൽ രാത്രി വരെ മദ്യപിച്ച് What is use of becoming a Christian? ഒരു ക്രൈസ്തവനായതുകൊണ്ട് എന്ത് പ്രയോജനം? What is the use of being a Christian? ഒരു ക്രൈസ്തവനായതുകൊണ്ട് എന്ത് I'm പ്രയോജനം? not blessed. അയ്യോ ഞാൻ അനുഗ്രഹം All പ്രാപിച്ചില്ല. my money went away. ഓ എന്റെ പണമെല്ലാം പോയി. Why did God bless Isaac? എന്തുകൊണ്ടാണ് ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചത്? This man went and saw. ഈ മനുഷ്യൻ പോയി വിതച്ചു. You understood me now? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? Hallelujah! ഹല്ലേലൂയ. Hallelujah! ഹല്ലേലൂയ. Sowing means. വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുക. Number 2, 2 sowing means. വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ Sowing the word of God. ദൈവ വചനം വിതയ്ക്കുക. You will have to work. നിങ്ങൾ ഒന്നാമത് ജോലി Also in the ministerial field. നിങ്ങൾ ശുശ്രൂഷയിലും നിങ്ങൾ പ്രവർത്തിക്കണം. You are a child of God. നിങ്ങൾ ദൈവത്തിന്റെ You have മക്കളായിരിക്കും. to clean the church. സഭയിൽ കടന്നു നിങ്ങൾ വൃത്തിയാക്കുക. Before an evangelist, നിങ്ങൾ ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കണമെങ്കിൽ you should then go and work with the mission. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾ ശുശ്രൂഷയുടെ Go to the church and work. പോയി കടന്നുപോയി നിങ്ങൾ ദൈവവേല ചെയ്യണം. Go and sow the seed of God. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ പോയി വിതയ്ക്കണം. You have to go and sow. നിങ്ങൾ പോയി വിതയ്ക്കണം. Why should God bless you? ദൈവം എന്തുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കണം? This is the bound duty to bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചേ If you are മതിയാവും. not going to do anything for Him, നിങ്ങൾ ദൈവത്തിനായിട്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ come ദൈവം on, നിങ്ങളെ I'm preaching അനുഗ്രഹിക്കും. the word of God. ഞാൻ ദൈവവചനമാണ് Why പ്രസംഗിക്കുന്നത്. should God come and stand by you to bless you? എന്തുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ ദൈവം വന്നു? If you are not going to be a blessing to Him, നിങ്ങൾ ദൈവത്തിന് ഒരു അനുഗ്രഹമായി തീരുന്നില്ല എങ്കിൽ ദൈവം എന്തിനു നിങ്ങൾ what അനുഗ്രഹിക്കും? have you done to the Lord the whole year? ഈ വർഷം മുഴുവൻ നിങ്ങൾ ദൈവത്തിനായിട്ട് എന്ത് ചെയ്തു? What did you do? നിങ്ങൾ എന്ത് ചെയ്തു? Have you brought one soul to the church? നിങ്ങൾ ഒരു ആത്മാവിനെങ്കിലും സഭയിലേക്ക് കൊണ്ടുവന്നുവോ? Have you brought one soul to the Lord? നിങ്ങൾ ഒരു ആത്മാവിനെങ്കിലും സഭയിലേക്ക് കൊണ്ടുവന്നുവോ? Have you brought the healing to one person? നിങ്ങൾ ഒരു വ്യക്തിക്കെങ്കിലും സൗഖ്യത്തെ പകർന്നുവോ? Have you shed tears for one person in your life? നിങ്ങൾ ജീവിതത്തിൽ ഒരു വ്യക്തിക്കെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ മുഴുവൻ നിങ്ങൾ പ്രവർത്തിച്ചുവോ? Did you attend any of the fasting prayers to stand between the gap? നിങ്ങൾ ഏതെങ്കിലും വ്യക്തികൾക്ക് ഇടിവിൽ നിൽപ്പാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വന്നുവോ? Did you attend one fasting prayer or all-night prayer to cry for the nation? ദേശത്തിന് വേണ്ടി നിലവിളിക്കുന്ന ഏതെങ്കിലും ഉപവാസ പ്രാർത്ഥനയോ മുഴുവൻ പ്രാർത്ഥനയിലോ നിങ്ങൾ കടന്നു ചെന്നുവോ? Did you spend at least 1 hour for your government in Kerala? കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടി 1 മണിക്കൂർ സമയമെങ്കിലും ചെലവഴിച്ചുവോ? Then why did you expect God to bless you? അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാൻ എങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? Sow the seed. നിങ്ങൾ വിത്ത് വിതയ്ക്കുക. God says the word of God is a seed. വിത്ത് വിതയ്ക്കുക. ദൈവത്തിന്റെ വചനം ഒരു വിത്താകുന്നു. And you and I have duty to sow it. ഞാനും നിങ്ങളും ആ ദൈവത്തിന്റെ വചനം വിതയ്ക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട്. Don't say I'm not called a servant of God. ഞാൻ ദൈവവേലക്കാരനെ വിളിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയരുത്. Then don't expect the blessing of God. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കരുത്.
Finally, അവസാനമാണ്. or if you have preaching, please don't get me. Finally, അവസാനമായി sowing means വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ giving to God. ദൈവത്തിനായി കൊടുക്കുന്നത്. Sow your tithe. നിങ്ങളുടെ ദശാംശത്തെ നിങ്ങൾ വിതയ്ക്കുക. Sow your offerings. നിങ്ങളുടെ നന്ദിയുള്ള അർപ്പിക്കുക, വിതയ്ക്കുക. Bring all that God has given you. ദൈവം നിങ്ങൾക്ക് തന്നതെല്ലാം നിങ്ങൾ ദൈവത്തിനായിട്ട് വിതയ്ക്കുക. The Lord taught me today. ദൈവം ഒരു ദിവസം പഠിപ്പിച്ചു. Apart from my tithe and my offerings, എന്റെ ദശാംശത്തിനും ഞാൻ ദൈവത്തിനായിട്ട് കൊടുക്കുന്ന അന്ത്യത്തിനും അപ്പുറമായി the Lord said, ദൈവനോട് പറഞ്ഞു, if you want your son's bill to be paid, നിങ്ങളുടെ മക്കളുടെ ബില്ലുകൾ ബിൽ ചെയ്യണമെങ്കിൽ, the fees to be paid, ഫീസുകൾ മക്കളുടെ ഫീസ് അടയ്ക്കണമെങ്കിൽ, the Spirit of the Lord inspired in my heart to ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഒരു കാര്യം ചെയ്യുവാൻ I should take one portion, ഞാൻ അതിലൊരു ഭാഗം എടുക്കും. not from my tithe, എന്റെ ദശാംശത്തിൽ നിന്നല്ല, അല്ലാത്തത്, not from my offerings, എന്റെ ഓഫറിംഗ്, എന്റെ നന്ദിയർപ്പണത്തിൽ നിന്നല്ല, but the other money that I have for myself. എനിക്ക് എന്റെ തന്നെ ആവശ്യത്തിന് ബാക്കി വെച്ചിരിക്കുന്ന ബാക്കി പണത്തിൽ I will take ഒരു ഭാഗം ഞാൻ അതിൽ നിന്ന് ഒരു പിടിയെടുക്കും. and I will give to somebody ആർക്കെങ്കിലും ഞാൻ കൊടുക്കും whose fees has to be paid. വേറെ ആരുടെയെങ്കിലും ഒരാളുടെ ഫീസ് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പണമായിട്ട് ഞാനിത് കൊടുക്കും. I will say like this. ഞാൻ ഇങ്ങനെ പറയുന്നു, I'm not giving it to he or she for their fees. ഞാൻ ഇന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ഫീസായിട്ടല്ല ഇത് കൊടുക്കും. Lord, I am giving this to you. ദൈവമേ, ഞാനിത് അങ്ങേക്ക് തരികയാണ്. And I will give it to them. അവർക്ക് ഞാൻ കൊടുക്കും. I cannot give directly to the hand. ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. Be careful. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. It's not my tithe which I have to give to the church. ഇത് നമ്മുടെ സഭയിലേക്ക് കൊടുക്കേണ്ട ദശാംശത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. It's not my offering which I have to give to many people. ഇത് മറ്റുള്ള ഇതിന് കൊടുക്കേണ്ട നന്ദി അർപ്പണങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. It is apart from that my money. അതിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്ന എന്റെ I have it for my own expenditure. എന്റെ തന്നെ ചെലവുകൾക്കായി ഞാൻ വെച്ചിരിക്കുന്ന പണം. You should not mistake me and stop the offerings. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യം തെറ്റിദ്ധരിച്ച് നിങ്ങൾ ദശാംശത്തെയോ നന്ദി അർപ്പണത്തെയോ എന്റെ തന്നെ ചിലവുകൾക്കായി ഞാൻ വെച്ചിരിക്കുന്ന പണം അതിൽ നിന്നൊരു നല്ല പണം എടുക്കുക, ഞാനിത് കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ ആർക്കെങ്കിലും വായിച്ചു കൊടുക്കും. ഞാൻ അത് ചെയ്യുന്നത് ഞാൻ സന്തോഷമാണ്. എന്തുകൊണ്ടെന്നറിയാം? എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാം ഞാൻ വിതച്ചു. ഞാൻ പറഞ്ഞില്ല. I know for sure I have sown and they will come and harvest. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച അത് വിതച്ചിരിക്കുന്നു, അതുകൊണ്ട് 100 മടങ്ങായി എനിക്കത് മടക്കി കിട്ടും. Accordingly my bills will be met. അതുപോലെ തന്നെ എന്റെ ചിലവുകളെല്ലാം അത് നടന്നു പോകും. Glory to God. മഹത്വ ദൈവത്തിനാണ്. Say glory to God. ദൈവ മഹത്വത്തിന് മഹത്വ ദൈവത്തിനാണ്. മഹത്വ ദൈവത്തിനാണ്. You want your children marriage to take place beautifully with all wealth. നിങ്ങളുടെ Take a small amount and give it to somebody who don't have money to put their children in wedlock. ഉദാഹരണത്തിന് നിങ്ങളുടെ മക്കളുടെ വിവാഹം നല്ലവണ്ണം നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പണമില്ലാത്ത ഒരു വ്യക്തിക്ക് നിങ്ങൾ പണം കൊടുത്ത് അവരുടെ വിവാഹത്തിനായി നിങ്ങൾ സഹായിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിന്റെ വിവാഹത്തെ ദൈവമഹത്വമായി നടത്തും. അതത്രേ വിതയ്ക്കുക. അതാണ് വിതയ്ക്കുക. നിങ്ങളത് ചെയ്യുന്നു. നിങ്ങൾ ശ്രമിച്ചു നോക്കുക. You have to serve. നിങ്ങൾ വിതയ്ക്കണം. Isaac viതച്ചു. ഇസക്ക് വിതച്ചു. അവൻ ഉറങ്ങിയില്ല. വെറുതെ അവൻ പിശുക്കനായി. അവൻ പിശുക്കനായി ഇല്ലേ വിതക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. ഒന്നാമത് ഇപ്പോൾ തന്നെ ക്ഷാമമാണ്. ഈ ക്ഷാമകാലത്ത് ഞാൻ വിതച്ചാൽ ഞാൻ എന്റെ ആഹാരത്തിന് വേണ്ടിയിട്ട് അത് തീരുമ്പോൾ മഴയില്ല എങ്കിൽ ആഹാരത്തിനായി ഞാൻ എന്ത് ചെയ്തുവെന്ന് ഇസാക്ക് പറഞ്ഞില്ല. ഇസാക്ക് വിതച്ചു. വിശ്വാസത്തോടെ ഇസാക്ക് വിതച്ചു. അവന്റെ കയ്യിൽ നിന്ന് അല്പമായ ധാന്യം വിതച്ചു. വിശ്വാസത്തിൽ വിതച്ചു. മടങ്ങ് പ്രതിഫലം ലഭിച്ചു. മനസ്സിലായോ? ഇപ്പോൾ 100 മടങ്ങ് പ്രതിഫലം നിങ്ങളുടെ മേൽ വരുവാൻ പോവുകയാണ്. And you can walk with it. അത് മാത്രമല്ല, അതിന് മുകളിൽ you can walk with the blessings to your house. ഈ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് ഭവനത്തിലേക്ക് കടന്നു പോകുവാൻ കഴിയും. But be sure. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. All that I said, ഞാൻ പറഞ്ഞത് എല്ലാം if you don't do it, നിങ്ങൾ ചെയ്യുന്നില്ല, you won't get it. ഈ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കില്ല. But if you do it, എന്നാൽ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ you will 100% get it. ഈ 100% നിങ്ങൾക്ക് ലഭിക്കും.